ഓരോ കടയ്ക്ക് നന്നായിട്ട് ഇഞ്ചി ഉണ്ടാവും. ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ ഇതൊരു കൂട്ട ഇഞ്ചിയല്ലേ. എൻ്റെ കടയ്ക്കിലേക്ക് ഉണ്ടോ? ഇതൊന്നും ഞങ്ങൾക്ക് പറ്റണതല്ല. എവിടെ എന്നെ പറ്റിച്ചു. ഞാൻ നോടെ പറഞ്ഞ പുളിയായില്ലിപ്പൂ. ഒത്തിരി നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാന്ന് വെച്ചിട്ട് പിന്നെ കയറി. ഇന്ന് രാവിലേക്ക് നമുക്ക് ചുവപ്പ് ചീര. പിന്നെ നമ്മളവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഇന്ന് രാവിലേക്ക് നമുക്ക് ചുവപ്പ് ചീര. പിന്നെ നമ്മളവിടെ ചുവപ്പ് ചീര നോക്കിയേ കണ്ടോ. ഇപ്പം ഈ ചുവപ്പ് ചീര നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ചത് നട്ടതാട്ടാ. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഇവിടെ ഉള്ളി നട്ടു കൊടുത്തില്ലേ തടത്തിൽ നോക്കിയാൽ മുളച്ച് നോക്കണേ. കുറച്ച് ചുവപ്പ് ചീരയുടെ തൈകളാണ്. അപ്പോൾ ഇത് ഒത്തിരിയും കൂടി വലുതായി കഴിഞ്ഞ് നമുക്കിത് പറിച്ചൊക്കെ നടണം. പിന്നെ നമ്മുടെ അമർനാഥ് ഞാൻ ദിവസം കാട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടി ഇവിടെ മീൻ ചൂണ്ടാൻ വരുന്നത്. അവന് ബ്രാലൊക്കെ ആയിട്ട് നന്നായിട്ട് കിട്ടുക. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. എന്നും കിട്ടിയിട്ട് അവന് ബ്രാലി ഞാൻ കാട്ടിത്തരാം. അമർനാഥ് എവിടെയായിട്ട് നിൽക്കണേ? അമർനാഥ് ഇവിടെ ഉണ്ടല്ലേ. അമർനാഥ് അവിടേക്ക് നീങ്ങി നിൽക്കുമോ? ഇവിടെ നമ്മുടെ പൈനാപ്പിളിൻ്റെ സ്ഥലമായ കാരണേ ഇവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചിക്ക്. നോക്കി നമ്മുടെ പൈനാപ്പിൾ ഉണ്ടാവണേ ഉണ്ടോ? എന്ത് പറഞ്ഞ? പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ? അതെ. അപ്പോൾ ചേച്ചിയുടെ വീഡിയോയിൽ പറഞ്ഞോട്ടെ പേര് ഫുള്ളായിട്ട്. അങ്ങോട്ട് നീങ്ങിക്കോണ്ടി. എവിടെയാ മോനെ കിട്ടിയ മീനൊന്ന് കാട്ടിത്തന്നെ ചേച്ചിക്ക്. നമ്മുടെ വീഡിയോയിൽ കാണിക്കേ. അങ്ങനെ അവനിൽ ഒത്തിരി സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. അവരെ ചൂണ്ടതേ ആ ക്യാമറയിലേക്ക് കേട്ടേക്കോ, അടുത്തേക്ക് കേട്ടേക്കോ. അപ്പൊ നമ്മുടെ ഈ തോട്ടില് നന്നായിട്ട് മീനുണ്ട് കേട്ടാ. ബ്രാല് അതേപോലെ തന്നെ കരിപ്പിടി ഇതൊക്കെ അവന് കിട്ടാറുണ്ട്. ഉണ്ണിയുടെ പുതിയ ചാനലിന്റെ പേരെന്താ തുടങ്ങിയെന്ന് പറഞ്ഞോ. വലിയ പേരാണല്ലോ. അമർനാഥിനെ എനിക്ക് പരിചയം ഇവിടെ ചൂണ്ടാൻ വന്നിട്ടാ. ഞാൻ അങ്ങനെ കണ്ടിട്ടാണ് അവനെ പരിചയമുള്ളത്. അപ്പോൾ അമർനാഥിൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞല്ലോ. മൈ നെയിം ഈസ് അമർനാഥ് പ്രോ എന്നാട്ടോ അവൻ്റെ ചാനലിൻ്റെ പേര്. ഒന്ന് കണ്ടു നോക്കിയോളോ. ആളുടെ അടുത്ത് സംസാരിക്കാൻ നിന്നാലേ ആൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇപ്പോൾ ഒരു ബ്രാലിനെ കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുള്ളത്. അങ്ങനെ നല്ലൊരു മിടുക്കം കുട്ടിയായിട്ടവേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് എന്താ പറയുക പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ അനിയനുണ്ടല്ലോ, അനിയൻ്റെ മകൻ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കഴിച്ചിട്ട് വേഗം അങ്ങോട്ട് പോകണം നമുക്ക്. അച്ചടാ മെസ്സിക്കുട്ടാ ഇപ്പം വരാട്ടാ ഇപ്പം വരാം. നമ്മുടെ കുട്ടികൾക്ക് അറിയാം എൻ്റെ അമ്മയ്ക്ക് രാത്രി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത്. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റണതല്ല. എവിടെ എന്നെ പറ്റിച്ചു. ഞാൻ നോടെ പറഞ്ഞ പുളിയായില്ലേ പൂ. ഞാൻ നോടെ പറഞ്ഞ പുളിയില്ലേ കൊണ്ടുവച്ചിട്ട് വരാട്ടാ. എന്നിട്ട് അമ്മയുടെ കുട്ടികൾക്കുള്ളത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചീരത്തോര റെഡിയായി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ കുട്ടുപട്ടാണങ്ങൾക്ക് രാവിലെ കുറച്ച് പുല്ല് തിന്നോക്കൊണ്ടൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. പിന്നെ കണ്ണുകുട്ടിയുടെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് തിരിയും. പിന്നെ അതുകൊണ്ടുതന്നെ അടപ്പേര് നിൽക്കല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പരിപ്പ് കറി കൂടി വെച്ച് വെച്ചുകൂട്ടാ. പിന്നെ ഷായിട്ട് വരുന്നില്ല. കാരണം എന്താണെങ്കിലേ ഇട ദിവസമായ കാരണം ഷായിട്ടിന് വരാനായിട്ട് പറ്റൂല. അപ്പം ഇനി കുട്ടുപട്ടാണ് അടുത്തേക്ക് പോകാം നമുക്ക്. നമ്മുടെ കല്യാണി കുട്ടി കണ്ട എല്ലാ ആങ്ങളന്മാരും അവൾക്ക് മെരിക്കാനുള്ള കഴിവുണ്ട് കേട്ടാ. എല്ലാവരും ഒതുക്കി നിർത്തും അവള്. നല്ല സാമർത്ഥ്യം അവൾക്ക്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ പുല്ല് തിന്നും.
അപ്പോൾ അത് കുറച്ച് അവർക്ക് പൊട്ടിച്ചോ, എന്താ പറയുക, നമ്മുടെ പറമ്പിന്ന് കുറച്ചേ കൊണ്ടുപോട്ടെ. എന്താണ് മുത്തേ പോകണ്ട കേട്ടോ പുല്ലേ. മെസ്സി കൂടെ എൻ്റെ കൈ പിടിച്ചോ, വാ നടക്ക് വാ. എൻ്റെ മെസ്സിക്കൂട്ടാ വാ വാ നമ്മുടെ പൊന്നു വാ വാ പുല്ല് തിന്നാ വാ. അയ്യോ വാ തല നിൽക്കുക എല്ലാവർക്കും. വാ ബോൾട്ട് പോവാ. നമ്മുടെ കുട്ടികൾക്ക് രാവിലെ ഈ പുല്ല് തിന്നിട്ട് ഏറ്റവും ഫസ്റ്റത്തെ ഭക്ഷണം എന്താണെങ്കിൽ ഈ പുല്ല് തിന്നല്. ഇവർക്ക് നല്ലതാണിത്. ബോൾട്ട് മോനെ എന്നാ ദേ തിന്നേ. എന്ത് താഴത്തെ പറക്കി തിന്നാനാണോ പോണേ? ബോൾട്ട് തിന്നിട്ടില്ലേ എന്നാ തിന്നെ. ബോൾട്ട് കൂട്ടാ നമ്മുടെ പൊന്നു തിന്നടാ എന്നടാ നമ്മുടെ പൊന്നുന്നെ. മെസ്സിക്കൂട്ടം കിട്ടിയോ? മെസ്സിക്കൂട്ടം കഴിച്ചോ? അതെ മറഡോണ നന്നായി കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് വയറ്റിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഇങ്ങനെ പുല്ല് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കണ്ണൻകുട്ടിയുടെ വീട്ടിൽ പോവാണ്. പൂവണിക്ക് നമുക്ക് കേക്കും കൂടി മേടിച്ചിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. കണ്ണൻകുട്ടിയുടെ പിറന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. വേറെ ഒന്നല്ല കേട്ടോ, കണ്ണൻകുട്ടിയുടെ പിറന്നാളിന് നമ്മുടെ മാടിക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ മെമ്പർ, അതേപോലെ തന്നെ കണ്ണൻകുട്ടിയുടെ സ്കൂളിലത്തെ കുട്ടികൾ, ടീച്ചർമാർ, അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ അവരെല്ലാവരും നേരത്തെ എത്തി. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടമായത്. അത് മാത്രമല്ല കേക്ക് ഞാനാണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് 1 മണിക്കൂർ നേരം ഞാൻ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടാ. പിന്നെ സാരില്ല അതൊക്കെ പറഞ്ഞതിനും കൂടിയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. 1 മണിക്കൂർ നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിയാൽ മതി കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും കണ്ണൻകുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ദിവസം ഫുള്ള് അവർ നീക്കി വയ്ക്കുകയാണ്. നമ്മളൊന്നും ചെയ്യണ്ട. കേക്ക് കട്ട് ചെയ്യാനായാലും എല്ലാത്തിനും സഹകരിച്ച് ആ ദിവസം ഫുള്ള് നിൽക്കുക കണ്ണൻകുട്ടിയുടെ ടീച്ചേഴ്സും അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്ന അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെയാണ് കേട്ടോ. മെറൂൺ ബ്ലൗസ് ഇട്ട് നിൽക്കണത് കേട്ടോ പ്രസിഡന്റ് പോലും ഒപ്പം കണ്ണൻകുട്ടിയുടെ. അതായത് ആ ഒരു ദിവസം എനിക്കതാണ്. എല്ലാവരും നേരത്തെ ഞാൻ നേരം വൈകിട്ട്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നേരം വൈകിട്ട് വന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് അങ്ങനെ ആവുന്നുള്ള രീതിയിൽ കുറച്ച് എന്താ പറയുക, കേക്ക് 11:30 മതിയെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാനും മതിയെന്ന് പറഞ്ഞു. കേക്ക് കിട്ടാൻ നേരം വൈകിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നമ്മുടെ കണ്ണൻകുട്ടിയുടെ ഈ പരിപാടിക്ക് എത്താനായിട്ട് നേരം വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ വന്നേനെ. പിന്നെ ഇതാണ് കേട്ടോ മെമ്പർ അവിടുത്തെ, പിന്നെ ടീച്ചേഴ്സുകൾ, പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു കണ്ണൻകുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ദിവസം എല്ലാവരും ഓരോ പോലെ അവരുടെ ഒരു ദിവസം കണ്ണൻകുട്ടിക്ക് മാറ്റി വയ്ക്കുന്ന ഒരു ദിവസമാണ്. അത് എല്ലാ വർഷവും കണ്ണൻകുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും അവരെല്ലാം മാറ്റി വെച്ച് വരും. പക്ഷെ എനിക്കൊരു സങ്കടമായത് ഞാൻ നേരം വൈകിയത് കൊണ്ട് മാത്രമുള്ള ഒരു സങ്കടം. ഞാൻ നിൽക്കണ കണ്ടിട്ട് എൻ്റെ വിഷമം കണ്ടിട്ടാന്ന് തോന്നിട്ട് പാവം നീ സാരില്ല അതൊക്കെ എന്നോട് പറഞ്ഞു വിട്ടാ. എന്നാലും എനിക്ക് എന്തൊരു വിഷമമായിരുന്നു.
പ്രസിഡന്റ് ഇന്ദിരാമോഹനാണ് ഇപ്പോൾ കല്യാൺകുട്ടിക്ക് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും കേക്ക് മേടിച്ച് കഴിക്കാനായിട്ട് രണ്ടുപേരും എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ കണ്ണൻകുട്ടിയുടെ അനിയനും അതേപോലെ തന്നെ കണ്ണൻകുട്ടിയുടെ അമ്മയുടെ ആങ്ങളയുടെ മോനൂട്ട. രണ്ട് പാവകളായി കാരണം അവരുടെയും കൂടി ഒപ്പം ഇതിൽ പ്രാധാന്യം കൊടുത്തിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു കേക്ക് മേടിച്ച് കഴിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് രണ്ടുപേരും. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഞാൻ കൂടുതൽ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ കണ്ണൻകുട്ടിയുടെ സന്തോഷം എന്ന് പറയുന്നത് അവൻ്റെ ഈ ഒരു ബർത്ത്ഡേ ദിവസമാണ്. കാരണം അപ്പോൾ യൂണിഫോം ഇട്ട് നിൽക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് സ്കൂളിൽ വന്നിട്ടുള്ള കുട്ടികളാണ്. ഒരു 3 പേരാണ് കൊണ്ടുവന്ന് നോക്കണേ, പിന്നെ ടീച്ചർമാരും. കാരണം അവൻ്റെ ഒരു സന്തോഷം അത് കാണലും മാത്രമാണ്. അത് മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ അടുത്തൊരു വർഷം വരുന്ന വരെ, ഇത് അവൻ്റെ അടുത്തൊരു വർഷത്തെ പിറന്നാൾ വരുന്നത് വരെയും അവൻ ഈ വീഡിയോ ദിവസവും കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലത്തെ ഒരു ഭാഗങ്ങളും കട്ട് ചെയ്യാതെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും കണ്ണൻകുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് എല്ലാവരും പെരുമാറുന്നത് ആ രീതിയിലെല്ലാം ഞാൻ എന്താ പറയുക വീഡിയോയിൽ ഉൾപ്പെടുത്താണ്. പിന്നെ ഇപ്പോൾ കണ്ണൻകുട്ടിക്ക് കേക്ക് കൊടുക്കുന്നത് പഞ്ചായത്ത് മെമ്പറാണ് കേട്ടോ, പ്രസാദ്. അമ്മ എല്ലാവരും ചേച്ചി ചേച്ചി സന്തോഷായില്ലേ? ടീച്ചർ കൊടുത്തില്ലേ? ടീച്ചറെ ഞാൻ തരണ്ടേ? ഹാപ്പി ബർത്ത്ഡേ. കുറേ ബർത്ത്ഡേകൾ ആഘോഷിക്കണ്ടേ? അതിർകൃഷ്ണയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും മെമ്പറായ പ്രശാന്ത് സാറും പിന്നെ സാറുമാരും, അതായത് URCയിലെ സാറുമാരും പിന്നെ ടീച്ചേഴ്സും പിന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ ബന്ധുക്കളും വന്നു ചേർന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല. പറയാനും അറിയില്ല, പാടാനും അറിയില്ല. രണ്ടും നല്ല ഭംഗിയായിട്ട് ചെയ്യും. അതെ, പാട്ടുപാടി. അമ്മായിനെ വരാൻ നേരം വൈകിട്ട് അമ്മായിനെ വെയിറ്റ് ചെയ്ത് എല്ലാ വട്ടം ഞങ്ങള് നേരം പോയി കഴിഞ്ഞ പ്രാവശ്യം. അന്നൊക്കെ മതിയെന്ന് ഞാൻ പോലും. പക്ഷെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പോയതിനായിട്ട് ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരോടും കണ്ണൻകുട്ടിയുടെ ടീച്ചർമാര് അപ്പൊ അവര് ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ
ആരാണ് പേര് ആര് നോക്കി നമ്മുടെ കണ്ണും കുട്ടീനെ വരച്ചത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ടീച്ചേഴ്സ് എല്ലാവരും പോവാണ്. മോൾ ടീച്ചർ ഇപ്പൊ പോണില്ലല്ലോ? അതൊക്കെ എല്ലാ ടീച്ചർമാരും പോവാല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടിയുടെ നോക്കിയേ അവരൊക്കെ വന്ന ക്ലാസ് ടൈം ഒക്കെ കളഞ്ഞിട്ടാണ് കണ്ണൻകുട്ടിക്ക് വേണ്ടി വന്നത്. എന്നാ എല്ലാവരും ഡാൻസ് വന്ന ടീച്ചറോടൊക്കെ താങ്ക് യു. ഇത് നമ്മുടെ ആരും പഠിച്ചതല്ലേ? ഭയങ്കര ഇഷ്ടമല്ല ടീച്ചർ പാവം ടീച്ചർ പാവം നമ്മുടെ കണ്ണൻകുട്ടിയെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ മോളി ടീച്ചർ. പിന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ കണ്ണൻകുട്ടിയുടെ വല്യമ്മ, അതായത് കണ്ണൻകുട്ടിയുടെ അമ്മയുടെ ചേച്ചി. നമ്മുടെ കണ്ണൻകുട്ടിയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തട്ടെ എൻ്റെ ഫാമിലിനെ. നമ്മുടെ കണ്ണൻകുട്ടിയുടെ അച്ഛൻ എൻ്റെ അനിയട്ടാ, പിന്നെ അനിയൻ്റെ വൈഫ് നീതു, പിന്നെ നീതുവിൻ്റെ അമ്മ, പിന്നെ എൻ്റെ അമ്മ. കുറേ പേർക്ക് അറിയാം അമ്മ വീട്ടിലേക്ക് ഇപ്പം അടുത്ത് വന്നിട്ട് അമ്മയുടെ വിഷയം ചോദിച്ച് കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അമ്മയുടെ എന്തായി. അമ്മ ഇപ്പം ഉഷാറായി. അതുപോലെ ഇപ്പോഴും അമ്മയ്ക്ക് ചില സമയത്ത് കുറച്ച് വേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതിൻ്റെതായ ക്ഷീണമുണ്ട് അമ്മയ്ക്ക്. പിന്നെ ഇവിടുന്ന് പറയട്ടെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോൻ, പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിയുടെ അനിയൻ, പിന്നെ ചേട്ടൻ്റെ വൈഫ് ഹിമ, പിന്നെ ചേട്ടൻ്റെ മോള് അമ്മു. അപ്പൊ ഞാൻ എല്ലാവരും പലപ്പോഴും കാണിക്കാൻ കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്റെ ഫാമിലിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളും ഇതേപോലെ എല്ലാവരും ഇറങ്ങാ വേണ്ട അമ്മയെ പോട്ടെ. ആ കണ്ണൻകുട്ടിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് അവന്റെ ബർത്ത്ഡേക്ക് വന്ന് ഇങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ ലാസ്റ്റ് അവൻ തന്നെ ആവുന്നുള്ളത്. തന്നൊന്നല്ല കേട്ടാ ആരൊക്കെ ഉള്ളത് അമ്മാമ്മയുണ്ട്, അമ്മയ്ക്കൊക്കെ വലിയ ഇല്ലേ? ബൈ പറഞ്ഞല്ലോ കണ്ണൻകുട്ടി ബൈ പറഞ്ഞേ. ഇവരൊക്കെ ഇപ്പൊ പോവാണ്. കണ്ണൻകുട്ടിയുടെ ബൈ ഇതിൽ പറഞ്ഞേ ബൈ. കണ്ണനെ പഠിപ്പിച്ചു കൊടുക്കാൻ നിന്റെ വൈഫോട്ടില് അച്ഛന് കിട്ടിയോ? അച്ഛനും വേണം അമ്മ പോവാ. എവിടെ ഫിറ്റ് ചെയ്യാം? ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചോണ്ടിരിക്കണേ ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ കണ്ണൂരിയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞാ വീട്ടിലെത്തി. പേരക്കുട്ടി സൂട്ടാ സൂട്ടാ എല്ലാവർക്കും ഫുഡ് വേണല്ലേ? ഇപ്പൊ തരാട്ടെ, എല്ലാവർക്കും തരാട്ടാ. തരാം എല്ലാവരോടും നിന്നോട്ടെ. ആ പേരക്കുട്ടി വണ്ടിക്ക് പരിശോധിക്കണ്ടല്ലോ, എവിടേക്ക് പോയതാണോ? ഇപ്പൊ തരാം. നമ്മളെ അവിടുത്തെ പറമ്പിൽ പോവുക. അതിനാണ് 2 പേര് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്നാലും അങ്ങോട്ട് നടക്കുന്നു എന്ന് കാണുമ്പോൾ പതുക്കെ ഇങ്ങോട്ട് വരും. അംബ്രൂസ് പിന്നെ അവന് അങ്ങനെ കൂടുതൽ പറമ്പിലേക്ക് വരില്ല. അവനിപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും അനിയന്മാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ചേട്ടന്മാരുടെ വീട്ടിലോ വണ്ടിയുടെ അടിയിലായിട്ട് അവൻ എടുക്കുന്നുണ്ടാവും. അംബ്രൂസ് കൂടെ വരില്ല എന്നല്ല പറഞ്ഞത്. പാവം അംബ്രൂസ് കൂടെ ഇന്ന് പോന്നു. സാധാരണ അവ അങ്ങനെ വരാറില്ല കേട്ടാ. ഇന്ന് എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഇതേ ടൈസും കൂടെ അവിടെ എത്തിയിട്ടില്ല. ഇപ്പം എത്തും. പേളിക്കുട്ടി ഇതാ ഫസ്റ്റ് ഇതേ ഓടി എത്തിയിട്ടുണ്ട്. നമ്മുടെക്കാളൊക്കെ മുന്നേ ഓടി ഇവരിവിടെ എത്തും. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഈ പറമ്പിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ഭാഗത്ത് പുല്ല് വലിക്കാനും അതേപോലെ തന്നെ കൊള്ളിത്തറി നടാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങി നോക്കണം. അപ്പം ഞാൻ വെള്ളമായിട്ടൊന്ന് ഇറങ്ങിയത്. നമ്മുടെ ചെണ്ടുമല്ലി ആദ്യം ഒന്ന് വടി വെച്ച് കെട്ടാന്ന് വെച്ചു. അപ്പോൾ ചരടായി. പിന്നെ നമ്മുടെ കൊള്ളിത്തറിയായിട്ട് എടുത്ത് നോക്കണത്.
ഇന്നലേക്ക് നല്ല മഴയിലായിരുന്നു. ആ മഴയത്താണ് ഇത് ചെണ്ടുമല്ലി വീണത്. ഈ സൈഡിലിട്ട് നമ്മുടെ ഈ ഓറഞ്ച് കളർ ചെണ്ടുമല്ലിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ആദ്യം വീണിട്ടില്ല. പക്ഷേ ഈ മഞ്ഞ കളറുള്ള ചെണ്ടുമല്ലി കുറച്ചുകൂടി ഹൈറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, വെള്ളം നനവ് കൂടിയപ്പോഴേ കുറച്ചുകൂടി കൊമ്പും ചില്ലയൊക്കെ ഉണ്ട് വീഴാൻ കാരണം. പിന്നെ ആദ്യം ഇതേപോലെ വീണിട്ട് കുറച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, വീഴാത്തവർക്കൊന്നും കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ മാത്രമാണ് വീണത്. ആദ്യം വരെ കുഴി കുത്തിയിട്ട് പോവാം, എന്നിട്ട് പിന്നെ കെട്ടാം. എല്ലാതും കുഴി കുത്തി കൊടുത്ത കാരണം ഇനി നമുക്ക് സ്പീഡിൽ കെട്ടി പോവാം. കണ്ടോ, മഴ പെയ്തപ്പോഴേ പൂവൊക്കെ കണ്ടോ ഒടിഞ്ഞു. എന്താ എന്ത് ഭംഗിയാ നോക്ക് പൂവ്, എത്ര പൂ ഒടിഞ്ഞേ. നമ്മളേ ഈ ചെണ്ടുമല്ലി ഓരോ വരിയാട്ട വെച്ച് കൊടുത്തോക്കണേ. ഇപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ആ നടക്കണ വഴിയിൽ ഈ ഒരു സൈഡിലൊരു വരി, ഈ ഒരു സൈഡിൽ വരി. ഇപ്പം അതേപോലെ തന്നെ നമ്മൾ ആ കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിയിട്ട് ഇതേപോലെ ചെറിയ തൈകൾ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നടവഴികൾ മാത്രമായിട്ട്. അവർ കുഞ്ഞു തയ്യ. നോക്കിയേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2-3 കട വീണിട്ടില്ല, അത് ഞാൻ കെട്ടിയിട്ടില്ല. വീണവർക്ക് മാത്രമേ കെട്ടി കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ അവിടെ ഒരു ഭാഗത്ത് ഇത്തിരി പുല്ല് ചെത്താനുണ്ട്. വേഗം സുഖമായിട്ട് ചെത്തി വരുന്ന പുല്ലാട്ടാ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു ഭാഗം ഈ മാവിൻ്റെ ചുറ്റായിട്ട് നമ്മൾ ഇഞ്ചി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ഒരു തടാണിത് ഫുള്ള്. പക്ഷേ എന്നാലും ഈ മാവിൻ്റെ ചുറ്റായിട്ട് കുറച്ച് ഇഞ്ചി നട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചിയുടെ ഇടയിലൊക്കെ ആയിട്ട് ഇഞ്ചി മുളച്ച് വന്നിട്ട് കണ്ട. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. അതാട്ടോ ഞാൻ വൃത്തിയാക്കി എടുക്കണത്. കാരണം നല്ല ഭംഗിയിലായിരുന്നു. അത് ഈ പുല്ല് വലിച്ച് കഴിയുമ്പോൾ കാട്ടിയിട്ടായിട്ട് നല്ല ഭംഗിയിൽ റൗണ്ടിൽ ഇഞ്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എന്താ പറയുക, വേപ്പ് ഒക്കെ മുളയ്ക്കുന്നുണ്ട്. തന്നെ മുളച്ച് വന്നിട്ടില്ല വേപ്പും തൈകൾ. അപ്പോൾ അതൊന്നും കളയണില്ല. അപ്പോൾ ഇവിടെ ഞാൻ വൃത്തിയാക്കിയാൽ ശരിയാവുള്ളേ. നമ്മുടെ കുഞ്ഞിക്കൈക്കോട്ടും കൈയും വേണം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കാനായിട്ട്. ഇപ്പം നോക്കിയേ, ഇവിടെ തന്നെ എത്രയും ഭാഗം വൃത്തിയാക്കിയാൽ പോട്ടാ. ഇഞ്ചിയുടെ റൗണ്ടിങ് വരുന്ന റൗണ്ടിൽ വെച്ചിട്ടുള്ളത് കണ്ടോ.
അത് അന്നൊരു ഭംഗിയിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെച്ചതാക്കണ്ട. അതിപ്പോൾ കണ്ടത് ഇവിടെ ഒരു മത്ത പടരുണ്ടേ. അപ്പം അതിനും എന്നിട്ട് പറയാം കൈക്കോട്ടുകൊണ്ട് കളിക്കും, അല്ലെങ്കിൽ ചായയുടെ വൃത്തിയായിക്കന്നെ. അപ്പോൾ പക്ഷേ വലിയ കൈക്കോട്ടുകൊണ്ട് കളിക്കുമ്പോൾ ആ മത്തിയും ഇഞ്ചിയും ഒക്കെ ചിലപ്പോൾ കളച്ച് പോവേ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഓരോ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന പുല്ലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ കൈ കൊണ്ട് പുല്ല് വലിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്നിട്ടാണെന്നറിയോ, ഇതുണ്ടല്ലോ ആത്തച്ചക്ക എന്ന് പറയും. അതായത് ഇത് നാടൻ ആത്തച്ചക്കയാണ്. ഇത് നല്ല നാടനാണ്. അതിങ്ങനെ കിളികളൊക്കെ തിന്നിട്ട് വന്ന് വീണിട്ടുള്ള കുരിയായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ അവിടുത്തെ വളപ്പിൽ ഇതേപോലെ കിളി തിന്നിട്ട് കെടുക്കുന്നുണ്ട്. ഇങ്ങനെ തൈ അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ. 2 കൊല്ലം കൂടി കഴിഞ്ഞ് ഉണ്ടായി തുടങ്ങും, അത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു കൈക്കോട്ടില്ലേ, നമുക്ക് സുഖമായിട്ട് പുല്ലൊക്കെ ചെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. എൻ്റെ കയ്യിൽ ഇത് 4 എണ്ണം ഉണ്ട്. 2 എണ്ണം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, 2 എണ്ണം നമുക്ക് അവിടുത്തെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പോൾ കിളികൾ തിന്നത് കുറേ സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് തന്നെ ഉണ്ടായത് കാണിച്ചു. ഇപ്പോൾ നോക്കി ഈ വേപ്പും ഇതൊക്കെ നമ്മൾ നട്ടുണ്ടാക്കണതൊന്നല്ല കേട്ടാ, ഇതേപോലെ കിളികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാ. ഇത് ഇപ്പുറത്തും ഉണ്ട്, ഇതിനുള്ളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വേപ്പും തൈകളാണ്. ഞാൻ അത് വലിച്ച് കഴിഞ്ഞ് കാട്ടിയതാ, കണ്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പറയും വേപ്പിലേക്ക് നല്ല വെയിൽ വേണമെന്ന്. ഇങ്ങനെ തന്നെ മുളയ്ക്കണ വേപ്പിന് ഒരു വെയിൽ ആവശ്യമില്ല. ഇവിടെ നല്ല തണലും നല്ല അട്ടുവാണ്. എന്നിട്ട് വേപ്പുകൾ നോക്കിയാൽ ചെറിയ തയ്യായിരിക്കുമ്പോൾ തന്നെ എന്തൊരു ഭയങ്കര വളർന്നു വരണേ. ഇഞ്ചിക്കൊക്കെ മണ്ണിടാറായി നോക്കിയ ഇഞ്ചി കടയ്ക്ക് മുകളിലാണ് നിൽക്കണേ. ഈ പുല്ല് വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതിൻ്റെ മുകളിൽ ഷായിട്ട് മണ്ണിട്ട് കൊടുക്കൂട്ടാ. അപ്പോൾ നോക്കിയേ എൻ്റെ ഈ ഒരു ഭാഗം വൃത്തിയാക്കൽ കഴിഞ്ഞു. അപ്പോൾ നോക്കിയാൽ എത്രയും ഭാഗം വൃത്തിയായി കിട്ടി. നോക്കിയാൽ എത്രയും പുല്ല് കിട്ടി. കാണുമ്പോൾ വല്ലതും തോന്നിയിരുന്നു അവിടെ ഇത്രയും പുല്ലുണ്ടെന്ന്. ഇത്രയും പുല്ല് കിട്ടി. ഈ ഒരു ഭാഗം ഫുള്ളൊന്ന് വൃത്തിയാക്കി വരുമ്പോൾ. പക്ഷേ ഈ ഭാഗം ഫുള്ള് വൃത്തിയാക്കിയിട്ട് വന്നതിന് ശേഷം നോക്കുമ്പോഴില്ലേ എന്ത് ഭംഗിയാ നമ്മുടെ ഇഞ്ചിയും നമ്മുടെ വേപ്പും നല്ല വൃത്തിയിൽ ഇപ്പോൾ കാണാണ്ട്. മറ്റേത് കണ്ടിരുന്നില്ല, വേപ്പ് നിൽക്കുന്നത് ഇഞ്ചി പുതിയതായിട്ട് മുളച്ച് തരുന്ന തൈകളൊന്നും കണ്ടിരുന്നില്ല. നമുക്ക് വീട്ടാവശ്യത്തിന് ഇഞ്ചി നമ്മൾ മേടിക്കാറേ ഇല്ല കേട്ടാ. ഓരോ കടയ്ക്ക് നന്നായിട്ട് ഇഞ്ചി ഉണ്ടാവും. ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ ഇതൊരു കൂട്ട ഇഞ്ചിയല്ലേ, എൻ്റെ കടയ്ക്കിലേക്ക് ഉണ്ടോ. ഈ കട ഇങ്ങനെ ഫുള്ള് പറിച്ചാലേ എന്തോരം ഇഞ്ചി ഉണ്ടാവാന്നറിയോ. അപ്പോൾ ഈ പുല്ലേ ഞാൻ അവിടെ ഷായായിട്ട് വാഴയ്ക്ക് കുഴിക്ക് കൂത്തിയിട്ടുണ്ട്. ഇത് അതിലേക്കിടണ്ടേ. ഒരു സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ലേ മറ്റേ വള്ളി ഉണ്ടായിരുന്നേ പടരണത്, അതാണ് ഇത് ഒതുക്കിയ കിട്ടാത്തത്.
നമുക്ക് കൊള്ളി നടാൻ പോവാണ്. അപ്പം നോക്കി ഷായേട്ടൻ കൊള്ളി നടാനുള്ള സ്ഥലം നമ്മുടെ ഈ മതിൽ ഭാഗത്തിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു ഭാഗത്തിനായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നു. ഈ വരി അറ്റം വരെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് കൊള്ളി നട്ടിട്ട് ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൊള്ളി നടാണ്. അപ്പോൾ അതായത് നമുക്ക് എന്താ പറയുക, എല്ലാ ദിവസവും കൊള്ളി കിട്ടുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് തരണത് കേട്ടോ. അംബ്രൂസ് എൻ്റെ കൂടെ വരുന്നില്ല. അത് പറഞ്ഞാൽ എന്തായി, അംബ്രൂസ് ഇപ്പം എൻ്റെ പിന്നാലിന് പോവാണ്ടേ. അപ്പം നമ്മളോട് ചോദിക്കും കൊള്ളിത്തറി വെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ തല അറിയാമെന്ന്. നമ്മളിതാ ഇത് ഈ മണ്ണിൽ കുത്തി നിൽക്കുന്ന ഭാഗമാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. എല്ലാതും നമ്മൾ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ വെട്ടി കഴിഞ്ഞ് നമുക്ക് കടം തരും തിരിച്ചറിയാൻ എളുപ്പമായി. അപ്പോൾ നമ്മുടെ ഈ കൊള്ളിത്തറി എന്ന് പറയുന്നത് നമ്മൾ വെണ്ണീറിലൊന്ന് മുക്കി കൊടുക്കും. അപ്പോൾ ഞാനേ അവിടെ ചാക്കിൽ വെണ്ണീർ ഇരിക്കുന്നുണ്ട്, അതിലേക്ക് എന്നെ വെറുതെ ഒന്ന് മുക്കിയിട്ട് എടുക്കട്ടെ കേട്ടാ. കണ്ടോ, നമ്മുടെ ഈ വെണ്ണീർ നനഞ്ഞിരിക്കുകയായിരുന്നു. അത് കാരണം ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായത്. അപ്പോൾ ഇത് വെണ്ണീർ എന്ന് പറയുന്നത് ചാരട്ടാ. നമ്മൾ ഈ വെണ്ണീരോട് കൊണ്ടുവച്ച സമയത്ത് ഇപ്പോഴല്ല, ഒരാഴ്ച മുന്നൊക്കെ ഇരിക്കുന്ന വെണ്ണീർ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാക്കിലായ കാരണം മഴ കൊള്ളുമ്പോൾ ഒന്ന് നനയണം, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വെണ്ണീർ നനഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഇത് മുക്കുകൊണ്ട് കുഴപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടാ. ഈ ഒരു വരി കൊള്ളിയായിട്ടാണ് നമ്മൾ 3 മാസം മുന്നേ വെച്ചത്. നമ്മൾ കാണിച്ചിട്ടുണ്ട് വെക്കണതൊക്കെ. ഒന്ന് ചെരിച്ച് വയ്ക്കാട്ടാ. കാരണം വല്ല മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാനാണ് ഇത്തിരി ചെരിച്ച് വയ്ക്കണേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലായില കുത്തിയിട്ട് അങ്ങനെ വയ്ക്കണം. ഒരു 1.5 അടി അകലത്തിലായിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കണേ. കാരണം ഇവർക്ക് വീണ്ടും ഒന്ന് മണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ പപ്പായ ഇനിയിപ്പോൾ അധികം നാൾ നിൽക്കില്ല. അതുകൊണ്ടാട്ടോ പപ്പായയുടെ കടക്കിലയിൽ നട്ടു കൊടുക്കണേ. പപ്പായ വേഗം പൂവാളതാ. അപ്പോൾ കൊള്ളിത്തറി നട്ടിൽ കഴിഞ്ഞ് ഒരു കൊള്ളിത്തറി ബാക്കി വന്നു. പിന്നെ നമ്മുടെ നോക്കിയാൽ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിട്ട് കഴിഞ്ഞു കേട്ടാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ മഴയൊക്കെ പെയ്തിട്ട് ഓടിപ്പോയില്ലേ, ഇടാൻ പറ്റാണ്ട്. അതെ ഇട്ട് കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല കണ്ടോ, ഇത്രയും പാഷൻ ഫ്രൂട്ട് ഇവിടെ ഇങ്ങനെ പടർന്നിങ്ങനെ ആ മതിലിൻ്റെ അവിടേക്കും ഇവിടുത്തെ ഒരു ചേന ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ കേട്ടിട്ട് പൊതിഞ്ഞ് നിൽക്കായിരുന്നു. നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് വേഗം പടർന്നോളൂ. ഇത്രയും സ്ഥലം പോരാന്ന് തോന്നുന്നു ഈ പാഷൻ ഫ്രൂട്ടിന്. കാരണം 3 കടയാണ്, ഒരു കടയല്ല. നമ്മൾ ചോദിച്ചാൽ ഒരു കടയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ചുട്ടുകൂട്ടി കയറ്റിയപ്പോഴാണ് മനസ്സിലായത് 3 കട. ഇത് കണ്ടോ, ഇത് അങ്ങനെ 3 കടയായിട്ട് നിൽക്കണം ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക മധുരക്കിഴങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് വെട്ടി ചെറുതാക്കാനുണ്ട്. നമ്മുടെ
ഇതാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ ഇതിങ്ങനെ പടർന്നിട്ട് എല്ലായിടത്തേക്കും പോവാണേ. അപ്പോൾ അതിനൊരു തടം പോലെ ആക്കിയിട്ടുണ്ട്, അതിലേക്ക് മാത്രം ഒതുക്കി വയ്ക്കാനാ. നിങ്ങളൊക്കെ പടർന്ന് നോക്കണേണ്ട. ഇവരാണെങ്കിൽ ലോകം മുഴുവൻ പടരും, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളൊന്നിങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളൂ. ആ ഒരു തടത്തിൽ മാത്രം മതി. പിന്നെ നമുക്ക് ഈ തടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് അത്രയും വേണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കടക്കിൽ തന്നെ ഉണ്ടോ. സാധാരണ മധുരക്കാരെ ഇങ്ങനെ പടർന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. പക്ഷെ നമ്മളിതിങ്ങനെ ആ കാട് പിടിച്ചോണാവേ, നമുക്കാണെങ്കിൽ എല്ലാ ജന്തുക്കൾ വന്ന് കെടുക്കുകയും ചെയ്യും. ഞാൻ ആദ്യം കത്തിരോണ്ടൊന്ന് വെട്ടാന്ന് വിചാരിച്ചേ. അപ്പോൾ നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പം എന്നിട്ട് കൈ കൊണ്ട് ഒതുക്കി വയ്ക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മളേ ഇത്രയും ഭാഗമായിരുന്നു നട്ടു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പടർന്നൊക്കെ നമ്മൾ ഇതേപോലെ ഒതുക്കി വെച്ചുട്ടാ. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല. പറമ്പിലത്തെ പണി കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് വീട്ടിൽ പോവാ. അപ്പം നമ്മളുണ്ടല്ലോ അതാ സിനിമയ്ക്ക് പോവാട്ടാ. നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയാണ് നമ്മൾ കാണാൻ പോണത്. ഫസ്റ്റ് ഡേ ആട്ടോ നമ്മൾ കാണുന്നത്. 31-ാം തീയതിയാണ് എല്ലാ തിയേറ്ററിലും സിനിമ ഇറങ്ങുന്നത്. പക്ഷേ 30-ാം തീയതി ചില തിയേറ്ററുകളിൽ മാത്രം സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മോനാണെങ്കിൽ നമ്മുടെ കൺമണിക്കുട്ടീനെ ഫസ്റ്റ് ഡേ കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് ചെയ്തതാണ്. പക്ഷേ 18 വയസ്സ് കഴിയാത്ത കുട്ടികളെ നമ്മുടെ ശോഭയിൽ കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ സമയത്ത് നമ്മൾ 2 പേർക്കുള്ള ടിക്കറ്റ് അപ്പോൾ ബാക്കിയായി. അപ്പോൾ അതിലേക്ക് പ്രീതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മോൻ പുത്തൂർ പോയിട്ടുണ്ട്. അതായത് പെങ്ങളെ കൊണ്ടുപോകാം. പിന്നെ ഒരു ടിക്കറ്റിലേക്ക് 3ാമത്തെ ചേട്ടൻ്റെ മോന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു 46 വയസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഇന്നത്തെ ഈ സിനിമ. ഫസ്റ്റ് ഡേ കാണാൻ പോണത്. എനിക്കതിൻ്റെ ഒരു ത്രില്ല് നന്നായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ആ മോനാണെങ്കിൽ പ്രീതിനെ കൊണ്ടുപോകാൻ പോയിട്ടുണ്ട്. അവൾ വന്നിട്ട് നമ്മൾ പോവുള്ളൂ കേട്ടാ. അപ്പം നമ്മളിതാ ഇറങ്ങാട്ടതാ. പ്രീതി വന്നു. പ്രീതി എങ്ങനെ ഉണ്ടാവും? പ്രീതി ഇതേപോലെ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടാ? ഇല്ല. അപ്പം ഞങ്ങൾക്ക് 2 ആൾക്ക് ആദ്യത്തെ അനുഭവം തന്നെയാ. എങ്ങനെയാണെന്ന് അറിയില്ല. പ്രായത്തിൻ്റെ പടം അത് പറയണുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വരി നിൽക്കുകയാണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ കണ്ടിറങ്ങി. ശരിക്കും പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ട സിനിമ എന്ന് പറയാം. ഒരു പ്രേതപ്പടാണല്ലോ. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് പ്രേതപ്പടാണല്ലോ എന്നുള്ള ആ ചിന്തയിലിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രേതം വരെ ആ ഒരു ചിന്തയിലായിരുന്നു. എന്തായാലും ഫസ്റ്റ് ദിവസം സിനിമ കണ്ടിറങ്ങിയപ്പോൾ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ശാന്തമായിട്ട് തന്നെ ഇരുന്ന് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴിക്ക് നമ്മൾ ഒരു കട്ടൻ കുടിക്കാന്ന് വെച്ചിട്ട് കയറിയിട്ടാ. കാരണം ഒത്തിരി പേടിച്ചൊരു സിനിമയായിരുന്നു. എനിക്ക് നല്ല പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉഷാറാവാന്ന് വിചാരിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ കയറിയതാട്ടാ. നമ്മുടെ പടകളൊക്കെ ഇത് ഓടി വന്നു തുടങ്ങി നമ്മളെ കണ്ടപ്പോഴേക്ക്. നമ്മളങ്ങനെ വീട്ടിലെത്തി. പ്രീതിനെ പുത്തൂർ കൊണ്ടാക്കിയിട്ടാ പോരുന്നത്. പിന്നെന്താ ഇനി ടൈസിനും അംബ്രൂസും പേളിക്കുട്ടിയും അല്ലും എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ലു മോള് ശുക്രുവിന് വണ്ടി കയറ്റി എടുത്തു തരാവാ. കാറ് ഇവിടെ ഇല്ലാത്ത കാരണം എൻ്റെ അല്ലുക്കുട്ടിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുകയായിരുന്നു. കിടന്നോട്ടാ. നിർത്തല്ലേ? ആ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.